മോളെനി പൊക്കോട്ടോ, അമ്മ വൈകുന്നേരം വരാം. അതെന്താവുക, അവളെ കയ്യിലൊരു വടിയൊക്കെ. നമുക്ക് കണ്ണ് കാണില്ലേ? അവൾ എന്തിനാ പഠിക്കാൻ വന്നിരിക്കുന്നത്? പുസ്തകം വിളിച്ചാലും വായിക്കാൻ പറ്റുന്നത്, അവൾക്ക് കണ്ണ് കാണില്ലല്ലോ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. ഇന്ന് നമുക്ക് പുതിയൊരു കൂട്ടുകാരി കൂടി ഉണ്ട്. ആരാണെന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ വിളിക്കാം. ഈ മോളുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. മോളുടെ പേര് ആര്യ എന്നാണ്. ഇവൾക്ക് കാണാനായിട്ട് കഴിയില്ല. കാഴ്ചശക്തി ഇല്ലെങ്കിലും അവൾക്ക് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം ഒരുപാടുണ്ട്. അപ്പോ നമ്മുടെ കൂടത്തിൽ ഇരുത്തി നമുക്കും ഇവളെ പഠിപ്പിക്കണ്ടേ? നമ്മുടെ കൂടത്തിൽ നമ്മളെ ചേർത്ത് നിർത്താം. നമ്മൾ വേണം അവളെ സഹായിക്കാനായിട്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്ന് വരകൾ, രൂപങ്ങൾ എന്നൊരു ഭാഗമാണ് ഞാൻ എടുക്കാൻ പോണത്. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ? ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട് അല്ലെ? എല്ലാവരും നോക്കിക്കേ, എന്തൊക്കെ കാണുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേ. മേശയുണ്ട്, മേശയുണ്ട്, ഡെസ്ക് ഉണ്ട്, കസേരയുണ്ട്, ബോർഡ് ഉണ്ട്, ബോക്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ? ഇതിനൊക്കെ എന്തെങ്കിലും ആകൃതി ഉണ്ടോ? ആകൃതി ഉണ്ട്. ഏത് ആകൃതിയാണെന്ന് പറയാമോ? പല ആകൃതിയിലുണ്ട്. ഇനി ടീച്ചറിനെ നോക്കൂ. ടീച്ചറുടെ കയ്യില് കുറച്ച് സാധനങ്ങളുണ്ട്, കണ്ടോ? ഇതെന്താണെന്ന് അറിയാമോ? വൃത്തമാണ്. അടുത്തത് ഇതെന്താണെന്ന് അറിയാമോ? ത്രികോണം. അടുത്തതോ? ചതുരം. ഇത് നമുക്ക് നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതിയാലോ? എല്ലാവരും നോട്ട് ബുക്ക് എഴുതും. നമുക്ക് എഴുതാനൊക്കെ കഴിയും. കണ്ണു കാണാതെ അവൾക്ക് കണ്ണ് കാണില്ല. അവിടെ ഒന്നും എഴുതാനും കഴിയില്ല. അടപ്പുറ എന്തിനാണ് പഠിക്കുന്നത്? എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ കണ്ണ് അടാ, ഇത് കണ്ണ് കാണാതെ വെറുതെ പഠിക്കാൻ വന്നേ. എഴുതാനും അറിയില്ല. കണ്ണ് കാണാതെ എങ്ങനെ എഴുതാനാ? പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എഴുതാനും അറിയില്ല, ഒന്നും അറിയില്ല. വെറുതെ വന്നു പഠിക്കാനൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ? പിന്നെ
പഠിക്കാനൊന്നും വരുന്നില്ലേ? എനിക്ക് കണ്ണ് കാണില്ലല്ലോ. അങ്ങനെ പറയല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റില്ലേ? നിനക്ക് കാഴ്ച മാത്രമല്ലേ പോയുള്ളൂ? ഞാൻ നിനക്ക് ടീച്ചർമാരെടുക്കുന്ന എല്ലാ പാഠങ്ങളും വായിച്ചു കേൾപ്പിച്ചു തരാം. നീ നന്നായി ശ്രദ്ധയോടെ കേട്ടാൽ മതി. ഇതൊന്നും വേണ്ട. അതെന്താ? ഇത് കാണാനും വായിക്കാനും പറ്റാത്തവർക്ക് എഴുതാനും വായിക്കാനും പറ്റുന്ന ഒരു ഇതാണ്. ഇതിൽ 6 ഡോട്ട്സ് ആവും ഉണ്ടാവുക. അതില് കുത്തി നമുക്ക് എഴുതാൻ പറ്റും. എല്ലാ ഭാഷകളും എഴുതാൻ കഴിയുമോ? എങ്ങനെ അക്കങ്ങളെല്ലാം എഴുതും? അത് ഒന്നിന് ഇങ്ങനെ. ഇതാണോ അക്കങ്ങൾ? ഇതിൽ ഉള്ളത് പോലെ ഇവിടെ കുത്തണം. ഇതെന്തോ ഓരോ കുന്തത്തിൽ കുത്തി കളിക്കുന്നു? അത് ശരിയാണോ? എല്ലാ കുട്ടികളും കൃത്യമായിട്ട് വരുന്നുണ്ടോ? ഇതാണ് ഇവിടെ എന്തോ ഒരു ടെൻഷൻ പോലെ. അതെ ടീച്ചറെ, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി, കണ്ണ് കാണാത്ത ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോ മറ്റു കുട്ടികളൊന്നും ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല. ആണോ? ടെൻഷൻ ആവണ്ടോ, വഴി ഉണ്ടാക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ടല്ലേ? എന്താ നിങ്ങളുടെ പേര്? ആര്യ. ഓക്കെ, എല്ലാരും പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയാണോ? ഒരു കളി കളിച്ചാലോ? റെഡിയാണോ? എന്ത് കളിയാന്നറിയോ? ഇല്ല. ഓക്കെ, എല്ലാരും കണ്ണൊന്ന് പൊത്തിപ്പിടിക്കണം കുറച്ച് സമയത്തേക്ക്. പെൺകുട്ടികൾ ഷാൾ ഉപയോഗിച്ച് കണ്ണ് കെട്ടിവെക്കാം. ആൺകുട്ടികളോ കള്ളത്തരം കാണിക്കാതെ കണ്ണൊന്ന് കൂട്ടി വെക്കാം. റെഡിയല്ലേ? ആവീഷ്, കൈകൊണ്ട് പൊത്തിപ്പിടിക്കല്ലടാ. ഓക്കെ, നോട്ട് പുസ്തകവും പെന്നും ഇല്ലേ? ടീച്ചർ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, 7437 കൂട്ടണം 684. സിമ്പിൾ അല്ലേ? എഴുതാൻ പറ്റുന്നില്ലേ? ടീച്ചറെ വഴി മാറിപ്പോണോ? എത്ര പേർക്ക് കിട്ടിയ ആൻസർ? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതുവരെ ആൻസർ കിട്ടിയില്ല. ആര്യക്ക് കിട്ടിയോ? എത്ര ആൻസർ? 8121. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ നമ്മുടെ ആര്യ ഒരു മിടുക്കി കുട്ടിയല്ലേ? അല്ലേ? നിങ്ങൾക്കൊന്നും കിട്ടാത്ത ആൻസർ ആര്യക്ക് എങ്ങനെയാ കിട്ടിയേ? കാഴ്ചയില്ലാതെ ഒരു നിമിഷം ജീവിക്കുന്നത് എത്രമാത്രം പ്രയാസകരമാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? ആര്യയുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും കണ്ണുകളുണ്ട് അല്ലേ? ആ കണ്ണുകളുടെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവരെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. എടാ, നമുക്ക് അവളെ കളിയാക്കണ്ടിരുന്നു. കൊറേ അവളെ ഇങ്ങനെ കളിയാക്കലോടെ കളി. സോറി ആയിരിക്കും, കണ്ണ് കാണാത്തതിന്റെ വില എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ കൂട്ടുകാരെല്ലാരും നിന്റെ എന്താവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഞങ്ങളെല്ലാരും നിനക്ക് ചെയ്തു തരും. ശൈക്കാന് തരും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒക്ടോബർ 2ാമത്തെ വ്യാഴാഴ്ച എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? എന്തിനാണ് കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്? നമ്മൾ കണ്ണുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനെ കുറിച്ച് വല്ലാതെ ബോധവാന്മാരല്ല. നമ്മൾ മൊബൈൽ നോക്കിയിട്ടും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ണുണ്ട്. എത്ര മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള കണ്ണുകള്. ചിലപ്പോ നമ്മൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. മൊബൈലിലൊക്കെ അധികം ഉപയോഗിച്ചിട്ടും കണ്ണിന്റെ കാഴ്ചകൾ എന്ത് ചെയ്യണ്ട്? കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ?
അപ്പൊ നമ്മള് അതെപ്പോഴും ആരോട് ചോദിച്ചാലാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവുക? കാഴ്ച ഇല്ലാത്ത ആളുകളോട് അതിന്റെ മഹത്വം പറയണമെങ്കിൽ നമുക്ക് ഉണ്ടാവുമ്പോ എന്താണ്, കണ്ണുണ്ടെങ്കിൽ അതിന്റെ കണ്ണില്ലാതെ ആവുമ്പോഴേ അതിന്റെ മഹത്വം അതിന്റെ കുറവുകൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇതില്ലേ? അതുപോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിന് സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ കണ്ണിന് വേണ്ട സംരക്ഷണം നൽകണം. കണ്ണില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങള് കണ്ണൊന്ന് അടച്ചു നോക്കാം, അപ്പൊ തന്നെ നമുക്ക് ആകെ ഒരു അന്ധതയാണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കണ്ണ് നന്നായി ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? നന്നായി കൊണ്ടു നടക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനൊക്കെ വേണ്ട സംരക്ഷണം നൽകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കുന്ന കാലത്തോളം നല്ല കാഴ്ചശക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. കാഴ്ചയില്ലെങ്കിലും മനസ്സിന് പ്രകാശമുണ്ട്. ആര്യയെ പോലെ കാഴ്ചയില്ലാത്ത പലർക്കും നമ്മുടെ ഒരു ചെറിയ സഹായം മതി. അവരെ കളിയാക്കാതെ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിയാൽ അവർക്ക് പ്രകാശമുള്ള ആത്മവിശ്വാസമുള്ള ജീവിതം സാധ്യമാകും. നമ്മുടെ നല്ല മനസ്സ് അവർക്ക് വെളിച്ചമാകും.